ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷയിൽ മഴക്കാലമൊക്കെ അല്ലേ, ജൂൺ മാസം. മഴ നല്ല തകർത്ത് പെയ്ത് ആകെ ഇളക്കി മറിച്ച്. അപ്പോൾ വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റുമാണ് ഇന്ന് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അവർ നമ്മുടെ അതിഥികളാണ്. അതിഥി ദേവോ ഭവ എന്നാണ് ഭാരതത്തിൻ്റെ നമ്മുടെ ആപ്തവാക്യം. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും വലിയ പരിഹാര ശുശ്രൂഷയാണ് ദാനധർമ്മം. ആപത്തിൽ നിന്ന് രക്ഷിക്കും, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്നും എല്ലാം രക്ഷിക്കും. വലിയ ദൈവകൃപ ഉണ്ടാകും. അപ്പോൾ എറണാകുളം പട്ടണത്തിൽ തെരുവിൽ അലയുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഭക്ഷണ വിതരണ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിലെ ബിനോബാബു സാറ് നമ്മളോട് ഉണ്ട്. സാറ് ഒരു ആയി പറഞ്ഞേക്ക്. ഹലോ, അവർ ആയി പറഞ്ഞേക്ക്. എല്ലാ തവണത്തെ പോലെ ഈ തവണയുണ്ട്. അദ്ദേഹത്തിന് കൺട്രോൾ റൂമിലേക്ക് ഇൻചാർജായിട്ട് അല്ലേ, പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഇനി ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഭക്ഷണം കൊടുക്കൂലേ, അതിനൊരു മാറ്റമില്ല. അപ്പോൾ ജനമൈത്രി പോലീസിൻ്റെ ലെവലിൽ നിന്ന് എത്ര വർഷം ഉണ്ടായി ജനമൈത്രി പോലീസിൽ? എറണാകുളം നോർത്ത്, പാലാരിട്ടത്തും നോർത്ത് നോർത്തിൽ ജനമൈത്രി ആയിരുന്നു. അപ്പോൾ 7 വർഷത്തോളം നമ്മളിപ്പോൾ ഈ ഭക്ഷണ വിതരണം 7 വർഷം തന്നെയായി. നമ്മൾ തെരുവിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മുൻകൈ എടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സിനീഷ് സാറും ആ സ്റ്റേഷനിൽ തന്നെയുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർമാരും മാറി വന്ന സർക്കിൾ ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരുടെ എല്ലാം നല്ല സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു പരിഹാര ശുശ്രൂഷയാണ് 1000 പൊൻവെണ്ണി നാണയങ്ങളെക്കാൾ വലുതാണെന്ന് പറയുന്നത്. വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുക. അപ്പം കൊടുക്കുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞിട്ടില്ല, അപ്പച്ചൻ മരിച്ചു പോയിട്ട് 21 വർഷമായി പറയുന്ന കാര്യമാണ്. നമ്മൊരു കാര്യം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം, ഇല്ലെങ്കിൽ കൊടുക്കരുതെന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ വ്യത്യസ്തമായിട്ട് വെജിറ്റബിൾ പുലാവും ജോലി ഷൈജു ഇന്നലെ മുതൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റും ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഒരുക്കവും പ്രാർത്ഥനയും നടത്തിയതിന് ശേഷമാണ് ഈ വലിയ ശുശ്രൂഷ. അനുദിനം ഭക്ഷണ വിതരണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും ഈ കൂടുതൽ പാക്കറ്റുകൾ അനേലെത്തുന്നത് കൂടുതൽ പ്രാർത്ഥിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഇനി പിന്നെ പ്രവർത്തിക്കുന്ന സഹായിക്കുന്നവർക്ക് നിയോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ കൃതജ്ഞതയുണ്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്. അതെല്ലാം ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് ഈ സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രി അറിയപ്പെടുന്നത്. മാതാവിൻ്റെ സഹായം ഒന്ന് മാത്രമാണ് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചത്. അപ്പോൾ സന്മനസ്സായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷ നൽകുന്നവർക്കും പാചകം ചെയ്യുന്നവർക്കും വിളമ്പുന്നവർക്കും സഹായിക്കുന്നവർക്കും അതിനു മുന്നിൽ നിയോഗം വെച്ചവർക്കും അതൊരു നിയോഗ പ്രാർത്ഥനയായിട്ട് കണ്ട് സഹായിക്കുന്ന ആ വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അത്ഭുതം നടക്കും. നന്ദി.